ബാക്ക് ടു മൈ ചാനൽ നിച്ചൂസ് പാറസ്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ വരച്ച ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മളിന്ന് ഒരു 5:30 നമ്മൾ വന്ന് ഇരുന്നത്. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഇടയ്ക്ക് പാട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് പച്ചപ്പാ. പിന്നെ അവിടെ പുഴയുണ്ട്, അക്കരെയുള്ളുണ്ട്, തോണി കാണാം, അങ്ങനെ കുറേ മരങ്ങളൊക്കെ കാണാം. ആകാശമൊക്കെ നല്ല ക്ലിയറിലൊക്കെ കാണാം കേട്ടോ. അപ്പം നമുക്ക് ചിത്രം നോക്കിയാലോ. ഇപ്പോൾ ഒരു ഗ്രൗണ്ടിലാണുള്ളത്. കാരണം വീട്ടിൽ അമ്പലമുള്ളതുകൊണ്ട് അമ്പലത്തിലെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ട് നല്ല ഒച്ചത്തിലാണ് വെച്ചത്. അപ്പോൾ എൻ്റെ ശബ്ദം അതിൻ്റെ കൂടെ കേൾക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിശാലമായ സ്ഥലത്ത് വന്നിരുന്നത്. ആരും ഉണ്ടാവില്ല ഇവിടെ. നല്ല സുഖമാണ്. കുറേ പക്ഷികളുണ്ടാകും, കുറേ മരങ്ങൾ. എന്ത് രസമാണെന്നറിയാമോ. നമുക്ക് ചിത്രം കാണാം. ഫസ്റ്റ് വരച്ച ചിത്രം ചേട്ടാരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് വരച്ച ചിത്രം. പിന്നെ രണ്ടാമത് വരച്ചത് ഇങ്ങനത്തെ കുറച്ച് കലാവിരുതുകൾ എനിക്കുണ്ട്. പിന്നെ ഇത് ഓണപ്പൂക്കളം. പിന്നെ ഇത് ഞാൻ എന്തോ വരയ്ക്കാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ അത് ശരിക്കും വന്നില്ല. ഇതെങ്ങനെയുണ്ട്? ഇത് പൂച്ചയാണ്, നിങ്ങൾ വേറൊന്നും വിചാരിച്ചിരിക്കല്ലേ. ഇത് ഞാൻ കളർ കൊടുത്തില്ല, അതൊക്കെ പ്രശ്നമാണ്. ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഇത് പുഴ, ഇതൊരു കുട്ടി. ഇത് ക്രിസ്മസ്. എല്ലാം കഴിഞ്ഞു. നമുക്ക് അടുത്ത ബുക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ മുമ്പിലത്തെ ഈ ഒരു പിക്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇതാ നമ്മൾ ആദ്യം നോക്കിയ ഇത് മുമ്പിലത്തെ ഫ്രണ്ട് പേജ് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലത്തെ ചിത്രങ്ങളൊക്കെ ഇതാ. ഇതാ ഗൈസ്, എങ്ങനെയുണ്ട്? ഞാൻ പെയിന്റ് കൊണ്ട് വരച്ച റെയിൻബോ. നമുക്ക് നെക്സ്റ്റ് ബുക്ക് എടുക്കാം കേട്ടോ. ഇതാ ഗൈസ്, ഞാൻ ഇവിടെ ടെഡീനെ വരക്കാൻ നോക്കിയതാണ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമില്ലേ? ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ എൻ്റെ ഫാദറിനെ വരച്ചതാണ്. എനിക്കാകും പോലെ, പക്ഷെ തല തിരിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫുള്ളാണ് കേട്ടോ. ഇവിടെ രണ്ടൊരു ഡോൾഫിനെ വരച്ചാൽ മതി. ഇതെവിടെയും ഒരു ഡോൾഫിൻ. അതവിടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു ചാപ്റ്ററിലുള്ള ഒരാളെ വരച്ചതാണ്. എൻ്റെ പാഠത്തിലുള്ള ഒരു മലയാളം കഴിഞ്ഞു. നെക്സ്റ്റ് എടുക്കാം കേട്ടോ. ഇതാ ഗൈസ്, ഒരു ഡക്ക്, ഒരു പണ്ടക്കുട്ടി, ഒരു അണ്ണാൻ, സ്ക്വിറൽ. എങ്ങനെയുണ്ട് ഗൈസ്? വേറൊന്നും വരച്ചില്ല ഗൈസ്. ഗൈസ് ഓക്കെ. അടുത്ത ബുക്ക്
ഇതും ഞാൻ എൻ്റെ ഒരു ചാപ്റ്ററിൽ ഒന്ന് വരച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വരച്ചത്, പിന്നെ ഇതെൻ്റെ ഏട്ടൻ വരച്ചു തന്നത്. ഇത് ഞാനും ഇതെൻ്റെ ഏട്ടനും. ഇതൊരു ടെഡി. ഇതും എനിക്ക് എൻ്റെ ഏട്ടൻ വരച്ചു തന്നതാണ് കേട്ടോ. ഇത് ഞാൻ വരച്ചതാണ്. പിന്നെ കുറച്ച് A4 ഷീറ്റിലുള്ള ചിത്രങ്ങളാണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഇതേ ഗൈസ്, ഞാൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് മനുഷ്യനോ അല്ലെ വീടോ അങ്ങനത്തെ എന്താ വരക്കാം. ഫസ്റ്റ് വരച്ചൊരു മനുഷ്യനാണ് ഈ ഒരു കുട്ടി. പിന്നെ നെക്സ്റ്റ് പിക്ചർ ഇതാ. നെക്സ്റ്റ് പിക്ചർ next. ഇത് ഗാന്ധി അപ്പൂപ്പനാണ് കേട്ടോ. ഞാൻ ആദ്യം വരച്ചത് ഒരിതിലായിരുന്നു, പിന്നെ ഞാൻ വരച്ചതാണ് കേട്ടോ ഇത്. ഗൈസ്, ഇത് രണ്ടും ഞാൻ വരച്ചതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ടോം ആൻഡ് ജെറി ബുക്കിൽ നോക്കി ഞാൻ വരച്ചതാണ് കേട്ടോ. അതും ഞാൻ അങ്ങനെ തന്നെ വരച്ചതാണ്. പിന്നെ ഇത് ഒരു കൃഷ്ണൻ. പിന്നെ അത് ഞാൻ എന്തോ തെറ്റിപ്പോയിട്ട് വരച്ചിട്ടതാണ് കേട്ടോ. നമുക്കിത് കഴിഞ്ഞു. ഗൈസ്, ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൃഷ്ണനെ വരച്ചെന്ന്. കൃഷ്ണനെ വരച്ചു. പിന്നെ ഇതേ ഒരു ഓടക്കുഴലിന് ഞാൻ വരച്ചു കേട്ടോ. നെക്സ്റ്റ് A4 ഷീറ്റിലെ പിക്ചർ കാണാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു പാടം നോക്കി വരച്ചതാണ്. നെക്സ്റ്റ് പിക്ചറാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഒരു പിക്ചറാണ് ഇത്. അപ്പം ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ഇത് കണ്ടിട്ട് എല്ലാവർക്കും കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ, നമുക്ക് നാളെ കാണാം.